ഹായ് ഓൾ, PSC മെൻറ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 23/11/2024, അതായത് നവംബർ 23 നടന്ന LGS പരീക്ഷയുടെ രണ്ടാം ഘട്ടം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മളിന്നിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 165/24 ആണ് അതിൻ്റെ കോഡ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ പോർട്ടൽ സെറിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 2ഉം 4ഉമാണ് ആൻസറായിട്ട് വരുന്നത്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. പോർട്ടൽ സെറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന പോർട്ടൽ സെറിയാണ്. അതുപോലെ പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നതും പോർട്ടൽ സെറിയാണ്. ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ. ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ് ആണ്. എംപോക്സിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആസാമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത് ആസാമിൽ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം നാഗാലാൻഡിലാണ് ആരംഭിക്കുന്നത് ആദ്യമായിട്ട്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് കർസാപ്പ് എന്നാണ്. കർസാപ്പാണ് കേട്ടോ. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? പ്ലാസ്മോഡെസ്മേറ്റ. തൊട്ടടുത്ത കോശങ്ങളെ, സസ്യകോശങ്ങളിലാണ് കേട്ടോ, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്നതാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി. നെഗ്ലേറിയ ഫൗലേറി. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? അമൃതമാണ് കേട്ടോ. അമൃതം. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം പ്ലൂറ. 2023 രസതന്ത്ര നോബൽ സമ്മാനം 3 പേർക്ക് ലഭിച്ചു. 3 പേർക്കാണ് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? മലമ്പനി പ്രോട്ടോസോവയുടെ രോഗമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? EEG ആണ്. EEG ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപമാണ് രാസോർജം. പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപത്തെ എന്താണ് പറയുന്നത്? രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസം വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ഈ പ്രസ്താവനകൾ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ശരിയാണ് കേട്ടോ. എല്ലാ അയിരും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരാണ്. അത് തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഓക്കെ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഇതൊക്കെയാണ് കേട്ടോ. അടുത്ത ചേരുംപടി ചേരാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വരാഹമിഹിരൻ ലഘുജാതകമാണ് അദ്ദേഹത്തിൻ്റെ കൃതി. വരാഹമിഹിരൻ്റെ കൃതി ലഘുജാതകം. കാളിദാസൻ്റെ കൃതി വിക്രമോർവശീയം. അതെല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതറിയാമെങ്കിൽ തന്നെ എന്താണ്, എയും സിയും അവിടെ ക്യാൻസലാക്കാൻ പറ്റും. 2 വിക്രമോർവശീയമാണെന്ന് കിട്ടുവാണെങ്കിൽ. വിശാഖദത്തൻ്റെ ഏതാണ്?
മുദ്ര രാക്ഷസമാണ് വിശാഖദത്തൻ്റെ. ശൂദ്രകൻ്റെ ഏതാണ്? മൃച്ഛഘടികമാണ് ശൂദ്രകൻ്റെ. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം PSLV C-54. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യനാണ്. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അഗസ്റ്റേ കോംതെ എന്ന് പറയുന്ന ആളാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സോഷ്യോളജിയുടെ പിതാവ്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവ് രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്കയിൽ നിന്നുമാണ്. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക മണ്ണ് ദിനത്തിൻ്റെ സന്ദേശമാണ് കേട്ടോ. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1988. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന IUCN ആണ്. റെഡ് ഡേറ്റ ബുക്ക് IUCN ആണ് പ്രസിദ്ധീകരിക്കുന്നത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യയാണ് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് ZIG. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം എഴുതൂ. സോഡിയം ക്ലോറൈഡാണ് കറിയുപ്പിൻ്റെ രാസനാമം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ശരിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. അതും ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ളത് ഇന്ദിരാക്കോളും തെക്കേറ്റത്തുള്ളത് ഇന്ദിരാ പോയിൻറ്റുമാണ്. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് കേട്ടോ. ഇന്ത്യയിൽ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2ഉം 4ഉം ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ശരിയാണ്. 33 ക്യാൻസൽ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1ഉം 3ഉം ആണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയിലുള്ളത്. ജനപ്രതിനിധി സഭ എന്നും അറിയപ്പെടുന്നത് ലോകസഭയാണ്. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉൽപ്പാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏത്? പോർച്ചുഗൽ. ആരാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? അന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. അതും കൂടി ഓർത്ത് വയ്ക്കുക. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആര്? ക്ലോഡിയ ഗോൾഡിന്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. താഴെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1ഉം 2ഉം ആണ്. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് ചെറുകുടൽ. വില്ലസുകൾ കാണപ്പെടുന്നത് ചെറുകുടലിലാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗം ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ എയുമായിട്ട്. അത് നിശാന്തതയാണ് കേട്ടോ. ആ രോഗം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല, നിശാന്തതയാണ്. അത് വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? നാളികേരമാണ്. കുരുമുളകൊന്നുമല്ല, നാളികേരമാണെന്ന് ഓർക്കുക. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. അപ്പോൾ എല്ലാത്തിൻ്റെയും നികുതികൾ പഠിക്കാതെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. F ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായലാണ് F ആകൃതിയിലുള്ളത്. താഴെ പറയുന്ന വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളെയും ചേർക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആദ്യം തന്നെ കിട്ടും. ഓപ്ഷൻ സി സിംഹവാലം കുരങ്ങ് സൈലൻറ്റ് വാലിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ബി അങ്ങോട്ട് ക്യാൻസലാക്കാൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. വരയാട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഏതാ? ഇരവികുളത്താണ്. അത് നമുക്ക് അറിയണ കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും ക്യാൻസലായി. പിന്നെ ഡിയും സിയും ആണുള്ളത്. റീഡ് തവളകൾ അത്
കക്കയത്താണ് റീഡ് തവളകളുള്ളത്. പിന്നെ ബി ചാമ്പൽ മലയണ്ണാൻ ചിന്നാറിലാണ്. അപ്പോൾ അങ്ങനെ അറിയുന്നത് വെച്ചിട്ടും അറിയാത്തത് വെച്ചിട്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ. 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മമ്മൂട്ടിയാണല്ലേ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. കക്കാട് ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018 റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? സുമതിയാണ്. അപ്പം മല്ലി, രേഷ്മ, കിരൺ ഇവരൊക്കെ റാം കെയർ ഓഫ് ആനന്ദിയിലെ ക്യാരക്ടേഴ്സാണ്. മല്ലി, രേഷ്മ, കിരൺ. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഏതാണ്? ഇരുമ്പാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പോഷക നദികളൊക്കെ റിപ്പീറ്റഡ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ കാണുന്ന ഷുവർ ക്വസ്റ്റ്യനാണ്. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 2003. ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടും ചോല. ഏറ്റവും വലുത് ആദ്യത്തേത് ഇരവികുളമാണ്. ലോക വിസ്തൃതിയിൽ വലുപ്പത്തിൽ 7-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സഫേദ് സാഗർ കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു ഭാക്കറാണ്. പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിലാണ് മനു ഭാക്കർ വിജയിയായത്, ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എവിടെ? കൊൽക്കത്തയിലാണ്. ഓക്കെ. വാട്ടർ മെട്രോ എവിടെയാണ്? കൊച്ചി. അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറത്താണ്. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്താണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ. ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു ഡേറ്റ് 1949 നവംബർ 26. അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതൊക്കെ? 1, 3 സ്ഥിരതയോടു കൂടിയുള്ള വളർച്ചയും സ്വാശ്രയത്വവും. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. 3 ശരിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? 2ഉം 4ഉമാണ്. 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആര്? ദിവ്യ ദേശ്മുഖ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പാണ് ദിവ്യ ദേശ്മുഖ്, ഓർത്ത് വയ്ക്കുക. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലിയാണ്. G7 ഉച്ചകോടി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്ന് പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. അത് നിയമപരമായിട്ടുള്ള അവകാശമാണ്. 44-ാം ഭേദഗതിയിലൂടെയാണ് നീക്കം ചെയ്തത്, അത് ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൽ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ച ആരാണെന്ന് ചോദിച്ചാൽ അയ്യത്താൻ ഗോപാലനാണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്യ കലാപത്തിൻ്റെ കാരണം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് 3ഉം ശരിയാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതൊരു കാരണമാണ്. നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത് കാരണമാണ്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമികൾ പിടിച്ചെടുത്തതും കാരണമാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്.
ഇ.വി. രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് ഇ.വി. രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക രാജവംശം ഭരണം നടത്തിയിരുന്നത് ഇവിടെ കോലത്തു നാട്ടിലാണ്. മൂഷക വംശം ഭരണം നടത്തിയിരുന്ന കോലത്തു നാട്ടിൽ ആദ്യ രാജവംശമാണ്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ്, എന്ന പ്രസ്താവന ആരുടേതാണെന്ന് ചോദിച്ചാൽ വില്യം ബെന്തിക് പ്രഭുവിൻ്റേതാണ്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലത്തെ വെളുപ്പിക്കുന്നു, വില്യം ബെന്തിക് പ്രഭുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകമേത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ചോർച്ച സിദ്ധാന്തം, ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന അലിഗഡ് പ്രസ്ഥാനമാണ് കേട്ടോ, അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? പത്രങ്ങളും ചോദിക്കുന്നതാണ് എപ്പോഴും. മിറാത്തുൽ അക്ബറും സമ്പാദ് കൗമുദി. മിറാത്തുൽ അക്ബറും സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. ഇനി മാത്സിൻ്റെ ആൻസർ പറഞ്ഞു പോവാം. തുക കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3+6+9+ എക്സെട്ര +90, അതിൻ്റെ തുക കാണാൻ പറഞ്ഞ 1395 വരുന്നത്. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്ന എ ആണ്. 83ൻ്റെ ആൻസർ ഡി. 84 എ 12, 85 സി, 86 ബി 47, 87 എ 1000, 88 എ 3, 89 ബി 23, 90 ഡി 2052, 91 ഡി 884, 92 എ 27, 93 എ 8000, 94 ബി 48, 95 എ 71, 96 എ 873, 97 ബി 8, 98 ക്യാൻസലാണ്, 99 ഡി 17/5, 100 ബി 1.221. അപ്പോൾ ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി പഠിച്ചോളാം. ഇതിന് മുന്നേ നടന്ന LGS പരീക്ഷയുടെ സ്റ്റേജ് 1 ഫേസ് 1ൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചാനലിലുണ്ട്. പ്ലേലിസ്റ്റിലേക്ക് ഇതും കൂടി ആഡ് ചെയ്യാം. നിങ്ങളിത് രണ്ടും കാണുക, പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. PSC മെൻറ്റർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.